നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു കളഞ്ഞു, ഞെട്ടിച്ചു കളഞ്ഞു അസാധാരണ നീക്കം. ഗവർണറുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തോളൂ എന്നായിരുന്നു പലരും ഭീഷണി മുഴക്കിയത്. ഇതാ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഗവർണർ തന്റെ ഇഷ്ടക്കേട് അല്ലെങ്കിൽ തന്റെ അമർഷം മുഖ്യമന്ത്രിയോടും ഈ മന്ത്രിസഭയോടും തീർക്കേണ്ടത്? കൃത്യം 60 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു. തുടക്കത്തിലെ ആ ഇൻട്രോ, അതായത് ഡയസിലെ എല്ലാവരെയും ഹോണറബിൾ സ്പീക്കറിനെയും ക്ഷണിച്ചതിന് ശേഷം നൗ ഐ ആം റീഡിംഗ് ദ ലാസ്റ്റ് പാര എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് കൃത്യം 60 സെക്കൻഡിനുള്ളിൽ സഭ വിട്ടിറങ്ങുകയായിരുന്നു ഗവർണർ. ഇത് കണ്ടെല്ലാം അവിടെ അക്ഷരാർത്ഥത്തിൽ വാ പൊളിച്ചു നിന്നത് മറ്റാരുമല്ല, സ്പീക്കർ AM ഷംസീർ തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത് പോലും വ്യക്തമാകാത്ത സാഹചര്യം. എല്ലാം കഴിഞ്ഞു എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മുടെ ഗവർണർ തന്നെ ഷംസീറിനോട് പറയുന്ന രീതിയിലുള്ള ആംഗ്യമുണ്ട്. അതായത് നയപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം, ഗവർണറുടെ നയപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉള്ളത് ഈ നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുകയാണ്. അതിനായി എഴുന്നേറ്റ് നിൽക്കൂ എന്ന ഗവർണർ കൈകൊണ്ട് കാണിച്ചപ്പോഴാണ് ഷംസീർ അക്ഷരാർത്ഥത്തിലൊന്ന് വ്യക്തമാകുന്നത്. ഓ, എല്ലാം കഴിഞ്ഞല്ലേ എന്ന ഭാവത്തിൽ. പിന്നീട് ഒരു പൊട്ടിച്ചിരിയൊക്കെ നടത്തുന്നതും കാണാം. ഷംസീറിനോട് പറഞ്ഞതിന് ശേഷം ഷംസീർ അടക്കമുള്ളവർ, മുഖ്യമന്ത്രിയും ചേർന്നാണ് അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്. അതിനുശേഷം തിരിച്ച് ഡയസിലെത്തിയ സ്പീക്കറിനോട് സഭാ നടപടികളെ കുറിച്ച് ചെറിയൊരു സംശയം ചോദിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ആ സംശയം ചോദിച്ചത്. സമയമുണ്ടല്ലോ, ഇനി നല്ലോണം സമയമുണ്ടല്ലോ, ഇരുന്ന് പതിയെ വായിച്ചു നോക്കിക്കോളൂ പ്രതിപക്ഷ അംഗം എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗവർണർ കൃത്യമായി തന്നെ 68 പേജുകളുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ കൃത്യമായി തന്നെ വായിച്ചു നോക്കുകയായിരുന്നു. ഗവർണർ ഒരു തരത്തിലുള്ള ഒരു രസക്കേടോ ഒന്നും തന്നെ കാണിച്ചില്ല. പക്ഷെ വന്ന സമയത്തൊക്കെ തന്നെ പൂച്ചണ്ട മുഖ്യമന്ത്രിയാണ് നൽകിയിരുന്നത് എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെയാണ് ഈ ഗവർണർ പിന്നീടുള്ള കാര്യങ്ങൾ നീക്കിയത്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ പൂച്ചണ്ട് സ്വീകരിക്കുകയും ഗവർണറെ നോക്കി തൊഴുകയും ചെയ്തതിനു ശേഷമാണ് അകത്തേക്ക് കടന്നത്. എന്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം ബജറ്റിൽ മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരിപ്പിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നിയമസഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ വായിച്ചു നിർത്തിയാണ് ഗവർണർ മടങ്ങിയത്. നയപ്രഖ്യാപനത്തിലെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വായിക്കുകയായിരുന്നു. ഇതിനുശേഷം നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതായി പറയുകയും തുടർന്ന് ദേശീയഗാനം മുഴങ്ങുകയും ചെയ്തു. ഇതോടെയാണ് ഗവർണർ നിയമസഭയിൽ നിന്നും അതിവേഗം മടങ്ങി പോയത്. ഔപചാരികതയുടെ ഭാഗമായി ഗവർണറെ അനുഗമിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് കാത്തു നിൽക്കാതെ നിയമസഭയിൽ നിന്നും അതിവേഗം തന്നെ മടങ്ങുകയും ചെയ്തു അദ്ദേഹം. ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ അടക്കമുള്ളവർ അമ്പരന്ന പ്രകടനം തന്നെയാണ് ഇപ്പോൾ കണ്ടത്. നേരത്തെ രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത്. പൂച്ചെണ്ട് നൽകിയാണ് മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്ത് പോലും നോക്കി ചിരിക്കാതെയാണ്, കൈ കൊടുക്കാതെയാണ് ഈ നിയമസഭയ്ക്കകത്ത് കയറിയത്. തുടർന്ന് വേഗത്തിൽ തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് എത്തുകയും ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് എല്ലാം ഒത്തുതീർപ്പാക്കിയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എണീറ്റപ്പോഴേയും ഈ ഒരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നിരുന്നു. തുടർന്നാണ് ഗൗരവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ മാത്രം പറയുകയും നൗ ഐ ആം റീഡിംഗ് ദ ലാസ്റ്റ് പാര എന്ന് പറഞ്ഞുകൊണ്ട് അവസാന പാരഗ്രാഫ് വായിച്ച് മടങ്ങുകയും ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്.